തഖ്വൽ ഖുലൂബാണ്. നബി പലതവണ പറഞ്ഞു അത്തഖ്വ ഹാഹുന, ഇവിടേക്കാ ചൂണ്ടിയത്, ഹൃദയത്തിലേക്കാ ചൂണ്ടിയത്. അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞിട്ട് തലയിലേക്കോ കാലിലേക്കോ ശരീരത്തിലേക്കോ ചൂണ്ടിയില്ല. അത്തഖ്വ ഹാഹുന 3 തവണ ഇവിടെ ഹൃദയത്തിലാണ് തഖ്വ, തഖ്വൽ ഖുലൂബ്. നമ്മളെ കൽബ് തഖ്വയുള്ള ഹൃദയമാകണം. അതിനെന്താ വേണ്ടത്? ഒരൊറ്റ കാര്യം അല്ല പറഞ്ഞത്, അള്ള വലുതാക്കി വെച്ചതിനെ നമ്മൾ വലുതാക്കി വെക്കണം. അള്ള ഗൗരവത്തിൽ പറഞ്ഞതിനെ ഗൗരവത്തിൽ തന്നെ കാണണം, നിസ്സാരമാക്കി കാണണ്ട. നല്ലത് ഭക്ഷിക്കാൻ പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കണം. നമ്മളെ ഹൃദയത്തിന് ഭൗതികമായ രൂപത്തിൽ നമ്മൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ശരീരത്തിനുണ്ടാവരുത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കണക്ക് നമ്മളെ താനൂരിനെ കേന്ദ്രീകരിച്ച് സാന്ത്വനം എന്ന് പറയുന്ന നമ്മുടെ ഒരു പാലിയേറ്റീവിൽ മാത്രം മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചവരായ 23 ആളുകളുണ്ട് എന്ന കണക്ക്. കിഡ്നി രോഗം ബാധിച്ചവരും. ബാക്കിയുള്ളത് കണക്കില്ല. ഇതിന് കാരണമായിട്ട് നമ്മൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്, ഒന്ന് ഉറക്കല്ലായ്മ വലിയ പ്രശ്നമാണെന്നാണ് പറയണത്. ഞാൻ വിശദീകരിക്കേണ്ട എന്തുകൊണ്ടാണ് ഉറക്കൽ. ശരിക്കും ഉറങ്ങുമാരെന്നറിയോ? നല്ല ഈമാനുള്ളവന് ദിക്കുന്നതൊക്കെ ചൊല്ലി യശാംസ്കാരമൊക്കെ നിസ്കരിച്ചോനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓനല്ല അള്ളാഹുൽ തവക്കുലാക്കിയാനാ, ഓനെ ടെൻഷൻ ഉണ്ടാവില്ല, ഉറക്കം പോവില്ല. ഉറക്കം കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ടെൻഷനാണ്. ഒരു മുസ്ലിമിന് അത് ഉണ്ടാകാൻ പാടില്ല. എന്തെന്നെയാണെങ്കിലും അലല്ലാ അതുള്ളവന് ടെൻഷൻ ഉണ്ടാവില്ല, ടെൻഷൻ ഫ്രീ മനസ്സായിരിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പുകവലി വർദ്ധിച്ചു വരുന്നതാ. പിന്നെ ഫാസ്റ്റ് ഫുഡാണ്. ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങൾ പറയണത്. ശ്രദ്ധിക്കണം. റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മതയിലും ഹലാൽ ആയിരിക്കണം, തൊയ്യിബായിരിക്കണം. നമ്മൾ കാരണം ഒരു തകരാറും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അള്ളൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിനെ വലുതാക്കി വെക്കുക, നിസ്സാരാക്കണ്ട. തഖ്വൽ ഖുലൂബാണ് 6ാമത്തത്. ആ തഖ്വൽ ഖുലൂബ് എവിടെ പറഞ്ഞെന്നറിയോ? ആയത്ത് ശ്രദ്ധിച്ചോളി. വമൻ ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് വമൻ യുഅല്ലിം ശആഇറല്ലാഹ്. അല്ലാഹുവിൻ്റെ ശിആറുകളെ വലുതാക്കി കണ്ടവൻ, അതിനെ വലുതാക്കി വെച്ചവൻ, റബ്ബ് പറഞ്ഞ കാര്യങ്ങളെ വലുതായി കണ്ടവൻ, നിസ്സാരവൽക്കരിക്കാത്തവൻ. ഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആ പറഞ്ഞ കാര്യമാണ് തഖ്വൽ ഖുലൂബ്. അതുണ്ടാകണം സഹോദരങ്ങളെ.